Good morning, one and all. In the last class, we have studied about some introductory portions of judicial review. So, in today's class, we will continue on the discussion of judicial review. Here we refer two or more cases and the Supreme Court's judgments in that cases relating to fundamental rights and judicial review. The Supreme Court's power of judicial review has led to continuous conflict between the Supreme Court and the Parliament. അപ്പം സുപ്രീം കോടതിക്ക് ജുഡീഷ്യൽ റിവ്യൂ എന്ന പവർ ഉള്ളത് കൊണ്ട് തന്നെ സുപ്രീം കോടതിയും പാർലമെൻറ്റും തമ്മിൽ കണ്ടിന്യൂസ് ആയിട്ട് കോൺഫ്ലിക്റ്റ് തർക്കങ്ങൾ ഉണ്ടാകുന്നത് ഒരു സ്ഥിരം ഏർപ്പാടായി മാറുകയാണ് ഉണ്ടായത്. The first Constitutional Amendment Act in 1951 added a new schedule, that is 9th schedule. ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. In the original constitution for protecting parliament laws from the sphere of judicial review of Supreme Court. ആ സെൻറ്റൻസ് അണ്ടർലൈൻ ചെയ്തോണം. അപ്പം ഒന്നാം ഭരണഘടനാ ഭേദഗതി 1951 അല്ലെങ്കിൽ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് ആക്ട് 1951. അപ്പം ഈ ഒന്നാം ഭരണഘടനാ ഭേദഗതിയിൽ ഒരു പുതിയ ഷെഡ്യൂള് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ് 9th ഷെഡ്യൂൾ അല്ലേ. ഭരണഘടനയിലേക്ക് 9th ഷെഡ്യൂള് എന്ന് പറഞ്ഞൊരു സാധനം 9ാമത്തെ ഷെഡ്യൂള് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരികയാണ്. ഈ 9th ഷെഡ്യൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരുന്നോണം. 9th ഷെഡ്യൂളിൽ പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കി 9th ഷെഡ്യൂളിലോട്ട് ഇട്ടാൽ പിന്നെ ഒരു കോടതിയിലും ആ നിയമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുവാൻ സാധിക്കത്തില്ല അല്ലേ. ഒന്നുകൂടെ പറഞ്ഞേക്കാം. If Parliament passes a law and it is put up in the or inserted to the 9th schedule, no court can question that particular law. അല്ലേ. അതായത് പാർലമെൻറ്റ് 9th ഷെഡ്യൂൾ ഒന്നുകൂടെ പറയുന്നു. പാർലമെൻറ്റ് ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലാണ് 9th ഷെഡ്യൂൾ ഭരണഘടനയിൽ കൊണ്ടുവന്നത്. 9th ഷെഡ്യൂളിൽ ഒരു നിയമം പാർലമെൻറ്റ് വെച്ചാൽ അല്ലേ, അല്ലെങ്കിൽ അതിലേക്ക് എടുത്തിട്ടാൽ ആ നിയമത്തെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യുവാൻ സാധിക്കത്തില്ല അല്ലേ. ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് പാർലമെൻറ്റിൻ്റെ നിയമങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് 9th ഷെഡ്യൂൾ പാർലമെൻറ്റ് കണ്ടുപിടിച്ചത്. Under the provisions of the 9th schedule, if the Parliament passes a law and which is including in the 9th schedule of the Constitution, the Supreme Court become no power to examine the constitutional validity of such laws through judicial review. അണ്ടർലൈൻ ചെയ്തോളാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ അല്ലേ. 9th ഷെഡ്യൂളിലെ നിയമത്തെ കോടതിക്ക് ജുഡീഷ്യൽ റിവ്യൂവിലൂടെ ക്വസ്റ്റ്യൻ ചെയ്യുവാൻ സാധിക്കത്തില്ല. But the latest judgment of the Supreme Court pointed out that if an item including in the 9th schedule which is also in the sphere of judicial review if it violate the provisions of the Constitution of India അല്ലേ. അപ്പോൾ ഇന്ന് 9th ഷെഡ്യൂളിന് എന്തായാലും പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം പിന്നീട് വന്നൊരു കേസിൽ വാമൻ റാവു കേസ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്, പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കി 9th ഷെഡ്യൂളിലേക്ക് ഇട്ടാലും ആ നിയമം ഭരണഘടനയുടെ തത്വങ്ങളെ ലംഘിക്കുന്നതാണെങ്കിൽ കോടതിക്ക് 9th ഷെഡ്യൂളിൽ കയറി ആ നിയമത്തെ അസാധുവാക്കുവാൻ അല്ലെങ്കിൽ ഇൻവാലിഡേറ്റ് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ഇന്ന് 9th ഷെഡ്യൂളിന് വലിയ പ്രസക്തി ഇല്ല. ഇനി ഒരു കേസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇൻ ദി ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസ് 1967, the Supreme Court held that the Parliament could not amend the fundamental rights under Part 3 of the Indian Constitution അല്ലേ. ഇപ്പോൾ ഗോലക്നാഥ് കേസ് 1967 ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിൽ സുപ്രീം കോടതി പറഞ്ഞ കാര്യം, പാർലമെൻറ്റ് കുഡ് നോട്ട് അമെൻഡ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അണ്ടർ പാർട്ട് 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർട്ട് 3 വിവരിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് അമെൻഡ് ചെയ്യുവാൻ അല്ലെങ്കിൽ ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടായിരിക്കുന്നതല്ല എന്ന് ഗോലക്നാഥ് കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കി. ഒന്നുകൂടെ പറഞ്ഞേക്കാം. പാർലമെൻറ്റിന് ഇനി മേലാൽ ഫണ്ടമെൻ്റൽ റൈറ്റ് അമെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഭേദഗതി ചെയ്യുവാൻ അധികാരമില്ല എന്ന് ഗോലക്നാഥ് കേസിൽ വ്യക്തമാക്കി. In some other cases also the Supreme Court held similar views, but the Parliament on the other hand through the 24th Constitutional Amendment in 1971 assumed for itself the power to amend the fundamental rights അല്ലേ. ഇനി അതിന് ഗോലക്നാഥ് കേസിനെ മറികടക്കാൻ വേണ്ടി
പാർലമെൻറ്റ് എന്ത് ചെയ്തു? ഇതിനോടുള്ള പ്രതിഷേധ സൂചകം എന്ന നിലയിൽ 24-ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു അല്ലേ. 24-ാം ഭരണഘടനാ ഭേദഗതി 1971 കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു അസ്യൂംഡ് ഇറ്റ് സെൽഫ് ദ പവർ ടു അമെൻഡ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ് അമെൻഡ് ചെയ്യുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കും എന്ന് വ്യക്തമാക്കി. അങ്ങനെ ഗോലക്നാഥ് കേസിനെ പാർലമെന്റ് മറികടന്നു അല്ലേ, ഭരണഘടനാ ഭേദഗതിയിലൂടെ മറികടന്നു. Again, through the 25th Constitutional Amendment Act, the directive principles of state policies established its superiority over the fundamental rights and declared the court could not question their validity on grounds of the violation of the fundamental rights. അല്ലേ, പിന്നീട് 25-ാം ഭേദഗതിയാണ് വരുന്നത്, 25-ാം ഭരണഘടനാ ഭേദഗതി അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടെ, ഒരു സ്റ്റെപ്പ് കൂടി പാർലമെൻറ്റ് ചെയ്തു. The directive principles of state policies established its superiority over the fundamental rights and declared the court could not question their validity on grounds of the violation of fundamental rights. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന് ഫണ്ടമെന്റൽ റൈറ്റിൻ്റെ മുകളിൽ പ്രാധാന്യം കൊടുത്തു അല്ലെ. 25-ാം ഭേദഗതിയിൽ പാർലമെൻറ്റ് ഒരു കൈകൂടെ കടന്ന് ചെയ്തു. എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റിന് ഉപരിയായി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന് പ്രാധാന്യം കൊടുത്തു അല്ലേ. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഏതെങ്കിലും നമ്മൾ നടപ്പിലാക്കാൻ നോക്കുമ്പോൾ ഏതെങ്കിലും വ്യക്തികളുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ നിയമത്തെ അസാധുവാക്കാൻ കോടതിക്ക് അധികാരമില്ല എന്നും പാർലമെൻറ്റ് ആ 25-ാം ഭേദഗതിയിൽ വ്യക്തമാക്കി. The Parliament power to amend the fundamental rights was established by the Supreme Court in the കേശവാനന്ദ ഭാരതി case in 1973. അതും അണ്ടർലൈൻ ചെയ്തോണം കേട്ടോ. അപ്പം പിന്നീട് വരുന്ന കേസാണ് കേശവാനന്ദ ഭാരതി കേസ് 1973 അല്ലേ. അപ്പോൾ 1973 കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കി എന്താണ്, പാർലമെൻറ്റിന് ഫണ്ടമെന്റൽ റൈറ്റ് അമെൻഡ് ചെയ്യാൻ സാധിക്കും. അമെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭേദഗതി ചെയ്യുക അല്ലെങ്കിൽ മാറ്റം വരുത്തുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ബട്ട് നോട്ട് അബ്രഗേഷൻ അല്ലേ. അമെൻഡ് ചെയ്യാം, പക്ഷേ അബ്രഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അബ്രഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഇല്ലാതാക്കുക, ഡിലീറ്റ് ചെയ്യുക അല്ലേ. പൂർണ്ണമായും എടുത്ത് കളയാൻ പറ്റത്തില്ല അല്ലേ. പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുക, അതാണ് അമെൻഡ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അബ്രഗേഷൻ പറ്റത്തില്ല, പൂർണ്ണമായി എടുത്ത് ഡിലീറ്റ് ചെയ്യാൻ പാർലമെൻറ്റിന് സാധിക്കത്തില്ല അല്ലേ. ഫണ്ടമെന്റൽ റൈറ്റ് പൂർണ്ണമായി അബ്രഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുവാൻ പാർലമെൻറ്റിന് അധികാരം ഉണ്ടാകത്തില്ല എന്ന് കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന വിധി വന്നു. Again, through the 42nd Constitutional Amendment Act in 1976, the Parliament established their supremacy in place of judicial supremacy. പിന്നീട് വരുന്നത് 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 42-ാം ഭരണഘടനാ ഭേദഗതിയിൽ പാർലമെൻറ്റ് എന്ത് ചെയ്തു? ജുഡീഷ്യറിയുടെ സുപ്രീമസിയേക്കാൾ ഉപരിയായി പാർലമെൻറ്റിനാണ് സുപ്രീമസി എന്ന് പാർലമെൻറ്റ് വ്യക്തമാക്കി അല്ലേ. കോടതിയേക്കാൾ മുകളിൽ പാർലമെൻറ്റിന് അധികാരമുണ്ട് എന്ന് 42-ാം ഭരണഘടനാ ഭേദഗതിയിൽ അവർ വ്യക്തമാക്കി. അപ്പോൾ ഇങ്ങനെ സുപ്രീം കോടതിയും പാർലമെൻറ്റും തമ്മിലുള്ള തർക്കം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷങ്ങളും ഓരോ കേസുകളിലും ഭരണഘടനാ ഭേദഗതിയിലുമൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. The Constitutional Amendment Act in 1976 further curtailed the authority of judicial review of the Supreme Court അല്ലേ. അതുപോലെ തന്നെ ഈ 42-ാം ഭേദഗതിയിൽ 1976 ഒരു കാര്യം കൂടെ ചെയ്തു. സുപ്രീം കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂ എന്ന പവർ കർട്ടൈൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ചെയ്തു, പരിമിതപ്പെടുത്തി അല്ലേ, പരിമിതപ്പെടുത്തി. However, India is a federal form of government in which there is a clear-cut division of powers between the center and the state governments അല്ലേ. അപ്പോൾ ഇന്ത്യ ഒരു ഫെഡറൽ ഗവൺമെൻറ്റാണ്. അവിടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിൽ അധികാര വിഭജനം ഉണ്ട്. If any disputes between the union and the state governments relating to the distribution of powers, the Supreme Court has the power to settle such the disputes by interpreting the Constitution. ഇനി ഏതെങ്കിലും കേസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കമുണ്ടായാൽ സുപ്രീം കോടതിയുടെ ഡ്യൂട്ടിയാണ് ആ തർക്കം സോൾവ് ചെയ്യുക എന്നുള്ളത്. ഭരണഘടനയെ വ്യാഖ്യാനിച്ച് ആ തർക്കം സോൾവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സുപ്രീം കോർട്ട് ടു സോൾവ് ദ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ. Through the interpretation of the Constitution, the Supreme Court has the power to prevent the encroachment of one authority over the powers of another authority അല്ലേ. അപ്പം ഈ ജുഡീഷ്യൽ റിവ്യൂ ത്രൂ ദി ഇൻ്റർപ്രിട്ടേഷൻ ഭരണഘടനയുടെ വ്യാഖ്യാതാവ് എന്ന നിലയിൽ സുപ്രീം കോടതിക്ക് ഒരു അധികാരം കിട്ടുകയാണ്. എന്താണ്? സുപ്രീം കോടതിക്ക് ഒരു അതോറിറ്റിയുടെ എൻക്രോച്ച്മെൻറ്റ് അല്ലെങ്കിൽ
ഒരു അതോറിറ്റി വേറൊരു അതോറിറ്റിയുടെ മേളിൽ കയറി എൻക്രോച്ച് ചെയ്യുക, കയ്യേറ്റം നടത്താൻ നോക്കിയാൽ അത് സുപ്രീം കോടതി സമ്മതിക്കത്തില്ല, അല്ലേ? അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ പവർ കയറി സംസ്ഥാനം ചെയ്യുക, അല്ലെ സംസ്ഥാനത്തിൻ്റെ അധികാരം കയറി കേന്ദ്രം ചെയ്യുക, അല്ലേ? ഇങ്ങനെ കൈകടത്താൻ നോക്കിയാൽ, അത് കയ്യേറ്റം നടത്താൻ നോക്കിയാൽ സുപ്രീം കോടതി അവിടെ ഇടപെടും, അത് ഫൈനൽ ചെയ്യും, അല്ലെ, അത് സെറ്റിൽ ചെയ്യും. Finally, in India, the doctrine of constitutional supremacy prevails through the instrument of judicial review of the Supreme Court. അല്ലേ, അതും അണ്ടർലൈൻ ചെയ്യണം. Finally, in India, the doctrine of constitutional supremacy prevails through the instrument of judicial review of the Supreme Court. ഇപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ സുപ്രീം കോടതിക്ക് ഉള്ളത് കൊണ്ട് ഭരണഘടനയുടെ മേൽക്കോയ്മ പാർലമെൻറ്റിനേക്കാൾ ഉപരിയായി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ കോടതികൾക്ക് ജുഡീഷ്യൽ റിവ്യൂ എന്ന പവർ ഉള്ളത് കൊണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾസിനെയും ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെയും കാത്തു സംരക്ഷിക്കുവാനുള്ള ചുമതല സുപ്രീം കോടതിക്കുണ്ട്. അതുകൊണ്ട് പാർലമെൻറ്റിൻ്റെ അനാവശ്യമായ ഇൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ എൻക്രോച്ച്മെൻറ്റ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റിനേക്കുള്ള അതിക്രമിച്ച് കയറ്റങ്ങൾ, ഇതൊന്നും കോടതി ഉള്ളിടത്തോളം കാലം നടക്കത്തില്ല, അല്ലേ? The exercise of judicial review makes the Supreme Court into a most powerful institution when compared with the legislature and the executive. ലെജിസ്ലേച്ചറിനോടും എക്സിക്യൂട്ടീവിനോടും കമ്പയർ ചെയ്യുമ്പോൾ, അല്ലേ, ഗവൺമെൻറ്റിൻ്റെ മറ്റ് രണ്ട് ഓർഗൻസായ ലെജിസ്ലേച്ചറിനോടും എക്സിക്യൂട്ടീവിനോടും കമ്പയർ ചെയ്യുമ്പോൾ കോടതികൾക്ക് അല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് ജുഡീഷ്യൽ റിവ്യൂ എന്ന പവർ ഉള്ളത് കൊണ്ട് ജുഡീഷ്യറിക്ക് ഒരു മേൽക്കോയ്മ നേടിയെടുക്കുവാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? The power of judicial review makes the Supreme Court as the guardian and the final interpreter of the Constitution, അല്ലേ? അപ്പോൾ ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന പവർ സുപ്രീം കോടതിക്ക് ഉള്ളത് കൊണ്ട് സുപ്രീം കോടതിയെ ഭരണഘടനയുടെ ഗാർഡിയനായിട്ടും ഫൈനൽ ഇൻ്റർപ്രട്ടർ അല്ലെങ്കിൽ മുഖ്യ വ്യാഖ്യാതാവ് ആയിട്ടും സുപ്രീം കോടതി മാറുന്നു. ഓക്കെ, അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന സുപ്രീം കോടതിയുടെ പവർ. ജുഡീഷ്യൽ റിവ്യൂ എന്ന പവർ ഉള്ളതുകൊണ്ട് പാർലമെൻറ്റിന് ഒരു പരിധിയിൽ കൂടുതൽ കയറി തോന്നിയ പോലെ, അല്ലേ, ഒരു പാർട്ടി സ്പിരിറ്റോടുകൂടി ഭരണഘടനയെ മൊത്തത്തിൽ ഇല്ലാതാക്കി കളയാമെന്നൊന്നും വിചാരിച്ചാൽ നടക്കത്തില്ല. അത്രമാത്രം പ്രാധാന്യം ജുഡീഷ്യൽ റിവ്യൂവിനുണ്ട്. ജുഡീഷ്യൽ റിവ്യൂ ഈസ് ഓൾസോ ഫോംസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലേ? ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ ബേസിക് സ്ട്രക്ചർ കയറി ഇല്ലാതാക്കുവാനൊന്നും പാർലമെൻറ്റിനൊന്നും അധികാരമില്ല, അല്ലേ? ഭരണഘടനയുടെ മേൽക്കോയ്മ, ഭരണഘടന അമെൻഡ് ചെയ്യാം, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അബ്രഗോറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, മൊത്തത്തിലെടുത്ത് ഇല്ലാതാക്കാൻ പറ്റത്തില്ല, അല്ലേ? അതാണ് നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, അല്ലേ? സോ വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ് ദ ഡെഫിനിഷൻ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യൽ റിവ്യൂ മീൻസ് ദ പവർ ഓഫ് ദി ജുഡീഷ്യറി to make invalidate a law passed by the legislature or an order of the executive if it violates the provisions of the constitution, അല്ലേ? അപ്പോൾ ഭരണഘടനയുടെ തത്വങ്ങൾ ലംഘിക്കുന്ന ഒരു നിയമം പാർലമെൻറ്റ് പാസ്സാക്കുകയോ അല്ലെങ്കിൽ ഭരണഘടനയുടെ തത്വങ്ങൾക്ക് നിരക്കാത്ത ഒരു ഓർഡർ എക്സിക്യൂട്ടീവ് ഇറക്കുകയോ ചെയ്താൽ, അല്ലേ, സുപ്രീം കോടതി ആ നിയമത്തെ അല്ലെ ആ ഓർഡറിനെ ക്വാഷ് ചെയ്യും, അല്ലെങ്കിൽ ഇൻവാലിഡേറ്റ് ചെയ്യും, അല്ലെങ്കിൽ മേക്ക് നൾ ആൻഡ് വോയിഡ്, അസാധുവാക്കി മാറ്റും, ത്രൂ ദിസ് പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. ഓക്കെ, വി വിൽ കണ്ടിന്യൂ ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. സീ യു ടുമോറോ, അല്ലേ?